കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ആരി വർക്ക് കൊണ്ട് ഒരു സിമ്പിൾ സ്ലീവ് പാറ്റേൺ നോക്കിയാലോ. പഠിച്ചു തുടങ്ങുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ പാറ്റേൺ ആണ്. എന്ന് പറയുമ്പോൾ ആരും നീഡിൽ യൂസ് ചെയ്യാൻ പഠിക്കണം. ഞാനിപ്പോ ഇവിടെ 14, 24 രണ്ട് സൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ കുറെ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വന്നോളും. പക്ഷെ നമ്മൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്താൽ വരത്തില്ല. കുറെ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് സെറ്റ് സാരിയുടെ ബ്ലൗസിനൊക്കെ ഈ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഇതിൽ നമ്മൾ ഏത് പാറ്റേൺ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ക്ലോത്തിൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലോത്തിൽ നമുക്ക് ആ പാറ്റേൺ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പൊ വരയ്ക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട. ഈ പാറ്റേൺ ആണ് ഇപ്പൊ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഈ പാറ്റേൺ ആണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ വരയ്ക്കുന്ന രീതി കൂടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് റിങ്ങിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ റിങ്ങിലോട്ട് ഒന്ന് ഇട്ടിട്ട് സ്ക്രൂ ഉള്ള റിങ് ഇതിന്റെ പുറത്തൂടെ ഒന്ന് വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ക്ലോത്ത് നല്ല ടൈറ്റ് ആയിരിക്കണം. ഈ റിങ്ങിന്റെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ടൈറ്റ് ആവണം. ക്ലോത്ത് അകത്ത് ലൂസ് ആവാൻ പാടില്ല. ഞാനിപ്പോ ഈ ക്ലോത്തിൽ ചെയ്ത് കാണിക്കുന്നതാണ്. നമുക്കിപ്പോ ചുരിദാറോ ബ്ലൗസോ ഏതാണോ വെക്കേണ്ടത് അത് ഇതുപോലെ തന്നെ റിങ്ങിലൊന്ന് സെറ്റ് ചെയ്തിട്ടിട്ടാണ് നമ്മുടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രേസിങ് ഷീറ്റ് യെല്ലോ കളറാണ്. യെല്ലോ കളർ ആകുമ്പോൾ നമുക്ക് പുറത്ത് കളർ അധികം അറിയത്തില്ല. അപ്പൊ ഫസ്റ്റ് ഈ ട്രേസിങ് ഷീറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് അതിന്റെ പുറത്താണ് ഈ പിക്ചറുള്ള പേപ്പർ വെച്ചിട്ടുള്ള. അതിന്റെ പുറത്തൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. നമുക്ക് സെയിം പിക്ചർ നമ്മളെ ക്ലോത്തിലോട്ട് വന്നോളും. അപ്പൊ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ പോർഷനും ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നോക്കണ്ടേ നമ്മുടെ പിക്ചർ അതുപോലെ കിട്ടിയിട്ടുണ്ടോന്ന്. കണ്ടോ, നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ പിക്ചർ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈസി അല്ലേ വർക്ക് ചെയ്യാനായിട്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ സാരി ത്രെഡ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറ്. അതുപോലെ നീഡില് 14 സൈസ്. ഇത് ഷുഗർ ബീഡ്, കട്ട് ബീഡ്. നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ്, ഇഷ്ടമുള്ള കളർ ത്രെഡ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് കണ്ടോ, ഇത് എന്ത് ബീഡ് എന്നറിയാം. ഇതൊരു മാല പൊട്ടിയതിന്റെ ബീഡ്സ് ആണ്. നമുക്കിപ്പോ ചെയ്ത് പഠിക്കുമ്പോൾ ഇതുപോലെ മാലയൊക്കെ പൊട്ടുമ്പോൾ കിട്ടുന്ന ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ മിക്സ് കളറിന്റെ ഒരു മാലയായിരുന്നു. ഇപ്പൊ ഈ ത്രെഡ് ഞാൻ എൻ്റെ ഭാഗത്ത് ഇതുപോലെ കുറേ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരേ പോയിന്റിൽ തന്നെ നോട്ട് ഇടുന്നത്. അപ്പൊ കട്ടിക്ക് നല്ലൊരു കെട്ടായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലൊരു കെട്ട് ഇട്ട് കൊടുക്കണം. കുറേ കെട്ട് ഒരിടത്ത് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള കെട്ടാവും. ഇനി ത്രെഡ് ഇതുപോലെ വിരലിലൊന്ന് ഇട്ട് കൊടുത്ത ശേഷം അത് റിങ്ങിന്റെ അടിഭാഗത്താണ്. മേളിലൂടെ ഇതുപോലെ ഒന്ന് കൊളുത്തി മേളിലൂടെ വലിച്ചെടുക്കണം. കണ്ട, ഇതുപോലെ ഒന്ന് പിടിച്ച് നമുക്ക് ഈ ത്രെഡിനെ അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കൊളുത്തി പുറത്തെടുക്കണം. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമുക്കിനി കണ്ടിന്യൂ ചേഞ്ച് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഒന്നുകൂടെ കുത്തി അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കൊളുത്തിയെടുക്കണം. അതിനനുസരിച്ച് നമ്മുടെ നീഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഓരോ ചെയിൻ എടുത്ത് ഈ സൈഡ്, ഈ ബോർഡർ ഫുള്ള് റൗണ്ട് ചെയ്ത് വരാം. ഈ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ നീഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ചെയിൻ ഇതുപോലെ കൊളുത്തി പുറത്തെടുത്ത് അതിനകത്തൂടെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇതുപോലെ ഞാനിപ്പോ ഈ ഫുൾ റൗണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണ്. ബോർഡർ ഇതുപോലെ ചെയിൻ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആരി വർക്ക് ചെയ്യാൻ പറ്റും. ഈ നീഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ കൊളുത്തി എടുക്കുന്നത് നമ്മൾ നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയിൻ എടുത്തെടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. കുറേ എടുത്ത് വരുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയിൻ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് വർക്ക് ചെയ്യാനായിട്ട്.
കണ്ടില്ലേ, ഇപ്പൊ ഇത്രയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ള് ഒരു ലൈനിങ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് ലൈൻ മാത്രമേ ഞാൻ ഈ ഗ്രീൻ കളർ കൊണ്ട് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അകത്ത് ബീഡ്സ് ആണ് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇപ്പൊ ഞാൻ ഫുൾ റൗണ്ട് ഒരു ബോർഡർ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിന്റെ ലെങ്ത് ഭാഗത്ത് ഹാങ്ങിങ് പോലെ തോന്നിക്കുന്ന രീതിക്ക് ബീഡ് കൊടുക്കണം. അപ്പൊ ഒരു ഷുഗർ ബീഡും കട്ട് ബീഡും കൂടെ ഞാൻ കൊടുത്ത് ഇതുപോലെ ഒന്ന് കൊളുത്തി എടുത്തിട്ടുണ്ട്. കൊളുത്തിയെടുത്ത ചെയിൻ അടിയിലൂടെ ഇതുപോലെ വലിച്ചെടുത്ത് അടുത്ത ലൈനിലാക്കി ഇതുപോലെ ആ ചെയിൻ വലിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ ഒരു ഷുഗർ ബീഡും കട്ട് ബീഡും കൊടുത്ത് ചെയിൻ വലിച്ചെടുത്ത് അതിനടിയിലൂടെ അങ്ങ് ഇറക്കിയെടുക്കണം. കാരണം ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നില്ലല്ലോ. അടുത്ത ലൈനിൽ പിന്നെ നമുക്ക് ഇതുപോലെ ഷുഗർ ബീഡ് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇതുപോലെ താഴെ കൂടി ചെയിൻ എടുത്ത ശേഷം അടുത്ത് നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ നിന്ന് പിന്നെ ഇതുപോലെ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കണം. അതുപോലെ കണ്ടിന്യൂ ചെയ്തെടുത്താൽ മതി. ഈ ലൈൻ ഫുള്ള് ഹാങ്ങിങ് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനിയാണ് ഒരു 3 ലൈൻ ഷുഗർ ബീഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബോർഡർ കൊടുക്കുവാണ്. ബോർഡർ പോലെ തോന്നിക്കുന്ന രീതിക്ക് ഫസ്റ്റ് ഞാനിവിടെ ഗോൾഡ് കളർ ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഷുഗർ ബീഡ് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ചെയിൻ എടുത്ത് വലിച്ചെടുക്കുന്നുണ്ട്. ഈ വലിച്ചെടുക്കുന്ന ഈ ചെയിനകത്താണ് അടുത്ത് നമുക്ക് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടോ, ഈ ചെയിനകത്ത് നമുക്ക് അടുത്ത് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഞാൻ 3 ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്നുകൂടെ ഈ ചെയിനകത്ത് വലിച്ച് നീഡിൽ വെച്ച് വലിച്ച് ചെയിനകത്ത് ഈ ബീഡാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലൊരു ചെയിന് വലിച്ചെടുക്കണം. ഇനി അതുപോലെ ആ വലിച്ചെടുത്ത ചെയിനിൽ പിന്നെയും ബീഡ് 3 ബീഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഈ ലൈൻ ഫുൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ചു വരാം. ഇനി ഞാൻ ഗ്രീൻ കളർ ഷുഗർ ബീഡാണ് കൊടുക്കുന്നത് കേട്ടോ. ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോൾഡ് 3 ലൈൻ ഞാനിവിടെ ബോർഡർ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഷുഗർ ബീഡിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മേളിലോട്ട് കൊടുത്തിരിക്കുന്ന ലൈൻസ് ഫില്ല് ചെയ്യണം. ലൈൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി അത് ഇതുപോലെ തന്നെയാണ്. ഒരു കട്ട് ബീഡും ഷുഗർ ബീഡും ഇട്ട് ഇതുപോലെ ഒന്ന് ചെയിൻ എടുത്ത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെയിനിലോട്ട് അടുത്ത് ഇതുപോലെ ഒരു കട്ട് ബീഡും ഷുഗർ ബീഡും ഇട്ട് ഇതുപോലെ ഒന്ന് കൊളുത്തി അടിയിലൂടെ വലിച്ചെടുത്ത് ചെയിൻ എടുത്താൽ മതി. ആ ചെയിൻ എടുത്ത് ഒരല്പം ലൂസാക്കി ഇതുപോലെ വിട്ടാൽ മതി. അതിനകത്ത് ഇനിയും നമുക്കൊരു കട്ട് ബീഡും ഷുഗർ ബീഡും ഇട്ട് കൊടുക്കാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഞാൻ ഗോൾഡ് ജെറി എടുത്തിട്ടുണ്ട്. ഗോൾഡ് ജെറിയാണ് സെന്റർ ഭാഗത്ത് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അതും ഇതുപോലെ തന്നെ കെട്ടിട്ട് കൊടുത്ത ശേഷം നമുക്ക് അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് പുറത്തോട്ട് വലിച്ചെടുക്കാം. പുറത്ത് കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ നമുക്ക് ചെയിന് കണ്ടിന്യൂ ചെയിന് ഇവിടെ ഒരു റൗണ്ട് പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, അതുവരെ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതുവരെ ആയിട്ടുണ്ട്. ഇനി താഴോട്ട് ഈ ഒറ്റ ലൈനിൽ 3 ലെയർ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ചെയിൻ സ്റ്റിച്ച്. അപ്പൊ കുറച്ചൊരു വീതി കുറഞ്ഞ ലേസ് പോലെ നമുക്ക് തോന്നിക്കും. അത് ഇതുപോലെ തന്നെ ചെയിൻ എടുത്തെടുത്ത് നമുക്ക് താഴെ വരെ ചെയിൻ എടുത്ത് കൊടുക്കാം. താഴെ വരെ എത്തുമ്പോൾ ഒരു ലൈൻ കൂടെ തിരിച്ചു വരാം. അപ്പോഴത്തേക്കും 3 ലൈൻ കംപ്ലീറ്റ് ആവും. കണ്ടോ, താഴെ വരെ എത്തി താഴെ ഞാൻ പിന്നെ അതേ ചെയിന് സെന്റർ ഭാഗത്ത് 1-2 ബീഡ് കൂടെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഭംഗി കിട്ടും. കണ്ടോ, 3 ലൈനാണല്ലോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നത്. അതിന്റെ സെന്റർ ഭാഗത്തുള്ള ചെയിനിലാണ് ഇടയ്ക്ക് 2 ഗോൾഡൻ ബീഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മേളിലും ഇതുപോലെ ചെയ്താൽ മതി. സെന്റർ ഭാഗത്തുള്ള ലൈൻ വിട്ടിട്ട് അതിന്റെ ഇപ്പുറത്താണ് ഇപ്പൊ ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ 3 ലൈൻ ചെയിൻ നടുക്ക് കൊടുക്കുന്ന ചെയിനിൽ 2 ഗോൾഡൻ ബീഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗി കിട്ടും നമുക്ക്. ഈ ലൈനകത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് പോലെയുള്ളത് ഇതിനകത്ത് ഗ്രീൻ കളർ ചെയിന് മാത്രം കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ സെന്റർ ഭാഗത്ത് ബീഡ്സ് കൊടുക്കുന്നുണ്ട് ഈ സൈഡിൽ കൊടുത്ത പോലെ.
ഈ എല്ലാ റൗണ്ടും ഒരുപോലെ ഗ്രീൻ കളർ ചെയിനാണ് കൊടുക്കുന്നത്. സിമ്പിൾ ചെയിൻ ഇതുപോലെ ഫില്ല് ചെയ്ത് വന്നാൽ മതി. ഈ എൻഡ് ഭാഗത്തുമ്പോൾ 2 ബീഡ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇത്രയും കംപ്ലീറ്റ് ആയി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻട്രൽ ലൈൻ ഞാനിപ്പോൾ ഇവിടെ വിട്ടിട്ടുണ്ട്. അത് ഈ എൻഡിൽ കൊടുത്ത പോലെ തന്നെയാണ് കട്ട് ബീഡും ഷുഗർ ബീഡും കൊടുത്ത് അതുപോലെ ആ റൗണ്ട് പോലെ വരച്ചിട്ടുള്ളതിൽ ഗ്രീൻ കളർ ചെയിനും കൂടെ കൊടുക്കുന്നുണ്ട്. സെന്റർ ഭാഗത്തുള്ളതും കംപ്ലീറ്റ് ആയി. ഈ റൗണ്ടിനകത്ത് നമുക്ക് എസ് പോലെ ഒരു ചെയിൻ കൊടുത്ത് 1-2 ബീഡും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള റൗണ്ടും കൂടെ ചെയ്തെടുക്കണം. കണ്ട ഇപ്പൊ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ബാക്കി ലൈൻസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോലെ കട്ട് ബീഡ് ഷുഗർ ബീഡും കൂടി ഇട്ട് ക്ലോസ് ചെയ്തെടുത്താൽ മതി. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ അല്ലേ? സിമ്പിൾ പാറ്റേൺ ആണ്, നല്ല ഭംഗിയാണ്. അതുപോലെ കുറച്ചൊക്കെ അറിയാന്നുള്ളവർക്ക് ഈസി ആയിരിക്കും, അറിയാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആര്യവർക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് തോന്നും. ചെയ്ത് പഠിച്ച് തുടങ്ങിയവർക്ക് ഇപ്പം നീഡിൽ കൊണ്ട് നമുക്ക് ചെയിൻ എടുത്ത് അറിയാന്നുള്ളവർക്ക് ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാറ്റേൺ കാണിച്ചത്. നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. കണ്ടോ നല്ല ഭംഗിയല്ലേ? നമ്മുടെ സെറ്റ് സാരിയുടെ ബ്ലൗസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും സ്ലീവിനെ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.